सहस्र कलशाभिषेकम् सहस्र कलशाभिषेकम्. നമസ്കാരം. ജ്യോതിഷവിധിയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. सहस्र कलशाभिषेकम्. ജ്യോതിഷവിധിയിലെ ആദ്യഘട്ടമായ വാരഫലത്തിലേക്ക് നമുക്ക് കിടക്കാം. മേടം രാശി. അശ്വതിയും ഭരണിയും കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യ കാൽഭാഗവും ഉൾച്ചേർന്നിരിക്കുന്നതായ മേടം രാശിക്കാർക്ക് ഈ വാരം തൊഴിലഭിവൃദ്ധി ഉണ്ടാകും. ധനലാഭത്തിനായി പുതിയ കർമ്മ പദ്ധതിക്ക് തുടക്കം കുറിക്കുവാൻ കഴിയും. ദാമ്പത്യ സൗഖ്യം, സന്താന ഗുണം എന്നിവയും അനുഭവമാകും. വിവാഹാദി മംഗളകാര്യങ്ങളിൽ നിലനിന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടും. കുടുംബത്തിൽ നിന്ന് അകന്നു കഴിയേണ്ടതായി വന്നേക്കും. സഹായ മനസ്ഥിതിയുള്ളവർ അകന്നു മാറിയേക്കാനും ഇടയുണ്ട്. ദോഷപരിഹാരാർത്ഥമായി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ തുളസിമാല വഴിപാടുകൾ നടത്തി പ്രാർത്ഥിച്ചു വരുന്നത് ഗുണം ചെയ്യും. ഇടവം രാശി. കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗവും രോഹിണിയും മകീരം നക്ഷത്രത്തിൻ്റെ ആദ്യ പകുതിയും ഉൾച്ചേർന്നിരിക്കുന്നതായ ഇടവം രാശിക്കാർക്ക് ഈ വാരം കുടുംബാന്തരീക്ഷം മെച്ചപ്പെടും. സ്വജനങ്ങളുമായുള്ള വിരോധങ്ങൾക്ക് മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. തൊഴിലിലും ഗുണങ്ങൾ ഉണ്ടാകും. പഠന നിലവാരം മോശമാകാൻ ഇടയുണ്ട്. ബിസിനസ് പങ്കാളിയുമായി ഭിന്നതയുണ്ടാകാമെങ്കിലും ധനപരമായി അത് ദോഷം ചെയ്യില്ല. സഹപ്രവർത്തകരിൽ നിന്നുമുള്ള പെരുമാറ്റം വിഷമമുണ്ടാക്കിയേക്കും. ദോഷപരിഹാരാർത്ഥമായി സർപ്പദൈവത്തെങ്കിൽ യഥാവിധി പ്രതിവിധികൾ നടത്തി പ്രാർത്ഥിച്ചു വരുന്നത് ഗുണം ചെയ്യും. മിഥുനം രാശി. മകയിരം നക്ഷത്രത്തിൻ്റെ അവസാന പകുതിയും തിരുവാതിരയും പുണർദം നക്ഷത്രത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾച്ചേർന്നിരിക്കുന്നതായ മിഥുനം രാശിക്കാർക്ക് ഈ വാരം തൊഴിലിൽ നിലനിന്നിരുന്ന അസന്തുലിതാവസ്ഥ മാറിക്കിട്ടും. പണമിടപാടുകളിൽ വളരെയധികം ശ്രദ്ധ പുലർത്തണം. പ്രണയബന്ധങ്ങൾ ദൃഢമാകും. ഗൃഹനിർമ്മാണത്തിന് അനുകൂലമായിരിക്കുന്ന സമയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കുടുംബസുഖക്കുറവ്, ഭാര്യാഭർത്തൃ കലഹം എന്നിവ അനുഭവമാകും. രോഗദുരിതങ്ങളോ അവിചാരിതമായ അപകടങ്ങളോ ഉണ്ടാകുവാനും ഇടയുണ്ട്. ദോഷപരിഹാരാർത്ഥമായി ശിവക്ഷേത്രത്തിൽ ആയുസ്സുക്ത പുഷ്പാഞ്ജലി വഴിപാട് നടത്തി പ്രാർത്ഥിച്ചു വരുന്നത് ഗുണം ചെയ്യും. കർക്കിടകം രാശി. പുണർദം നക്ഷത്രത്തിൻ്റെ അവസാന കാൽഭാഗവും പൂയവും ആയില്യം നക്ഷത്രവും ഉൾച്ചേർന്നിരിക്കുന്നതായ കർക്കിടകം രാശിക്കാർക്ക് ഈ വാരം വൈവാഹിക കാര്യങ്ങളൊക്കെ അനുകൂലമായിരിക്കുന്ന സമയമാണ്. കുടുംബസുഖം വർദ്ധിക്കും. തൊഴിലിൽ നിന്ന് ഗുണാഭിവൃദ്ധി പ്രതീക്ഷിക്കാം. ധനപരമായും വലിയ രീതിയിൽ ദോഷങ്ങൾക്ക് ഇടയില്ല. പല രംഗങ്ങളിലും മികവ് പുലർത്താനും കഴിയും. വിദ്യാർത്ഥികൾക്കും അത്ര കണ്ട് അനുകൂലമായിരിക്കുന്ന സമയമല്ല നടന്നുകൊണ്ടിരിക്കുന്നത്. ഭൂമിപരമായും വാഹനപരമായും ലാഭമുണ്ടാകാമെങ്കിലും അപകട സാധ്യതയും കാണുന്നുണ്ട്. സുഖക്കുറവും നിരാശയും അകാരണമായി അനുഭവപ്പെട്ടേക്കാൻ ഇടയുണ്ട്. ദോഷപരിഹാരാർത്ഥമായി വിഷ്ണുവെങ്കിൽ അർച്ചന മുതലായ വഴിപാടുകൾ നടത്തി പ്രാർത്ഥിച്ചു വരുന്നത് ഗുണം ചെയ്യും. ചിങ്ങം രാശി. മകം, പൂരം, ഉത്രം നക്ഷത്രത്തിൻ്റെ ആദ്യ കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾച്ചേർന്നിരിക്കുന്നതായ ചിങ്ങം രാശിക്കാർക്ക് ഈ വാരം തൊഴിലിൽ നിന്നുമുള്ള വരുമാനത്തിന് തടസ്സമുണ്ടാകില്ലെങ്കിലും ക്ലേശങ്ങൾ അനുഭവമായേക്കാൻ ഇടയുണ്ട്. വിദ്യാർത്ഥികൾക്കും അധ്യാപന രംഗത്തുള്ളവർക്കും ഗുണപ്രദം. ആപദ്ഘട്ടത്തിൽ സുഹൃത്ത് ബന്ധങ്ങൾ തുണയാകും. കുടുംബത്തിൽ പൊതുവെ അസ്വസ്ഥതകൾ നിഴലിക്കാൻ ഇടയുണ്ട്. മാനസികമായും ശാരീരികമായും ക്ലേശങ്ങളും പ്രതീക്ഷിക്കാം. വാക്കുകൾ തെറ്റിദ്ധരിക്കപ്പെടാൻ ഇടയുള്ളതിനാൽ വളരെയധികം ശ്രദ്ധാപൂർവം സംസാരിക്കുക. ദോഷപരിഹാരാർത്ഥമായി ശിവക്ഷേത്രത്തിൽ കൂവളമാല വഴിപാട് നടത്തി പ്രാർത്ഥിച്ചു വരുന്നത് ഗുണം ചെയ്യും. കന്നിരാശി. ഉത്രം നക്ഷത്രത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗവും അത്തവും ചിത്രാ നക്ഷത്രത്തിൻ്റെ ആദ്യ പകുതിയും ഉൾച്ചേർന്നിരിക്കുന്നതായ കന്നിരാശിക്കാർക്ക് ഈ വാരം കർമാഭിവൃദ്ധി, സാമ്പത്തിക വിജയം എന്നിവ ഉണ്ടാകും. ഭാഗ്യാനുഭവങ്ങൾ കൈവരും. തൊഴിലുമായി ബന്ധപ്പെട്ട യാത്രകളും മറ്റും വേണ്ടി വന്നേക്കാം. മാതാപിതാക്കൾ, ജീവിത പങ്കാളി തുടങ്ങിയ ബന്ധുക്കളിൽ നിന്ന് ഗുണാനുഭവങ്ങളും പ്രതീക്ഷിക്കാം. പോലീസ്, സൈനിക മേഖലയിലുള്ളവർക്ക് അത്ര ഗുണപ്രദമല്ല. കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടതായി വന്നേക്കും. ആരോഗ്യാവസ്ഥയും ശ്രദ്ധിക്കണം. ദോഷപരിഹാരാർത്ഥമായി വിഷ്ണുവെങ്കിൽ പാൽപ്പായസാദി നിവേദ്യങ്ങൾ നടത്തി പ്രാർത്ഥിച്ചു വരുന്നത് ഗുണം ചെയ്യും. തുലാം രാശി.
ചിത്ര നക്ഷത്രത്തിൻ്റെ അവസാന പകുതിയും ചോതിയും വിശാഖം നക്ഷത്രത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾച്ചേർന്നിരിക്കുന്നതായ തുലാം രാശിക്കാർക്ക് ഈ വാരം കുടുംബജനങ്ങളുമായുള്ള വിദ്വേഷങ്ങൾ മാറിക്കിട്ടും. കുടുംബത്തിൽ മംഗളകാര്യങ്ങൾ നടക്കാനും ബന്ധുസമാഗമത്തിനും ഇടയുണ്ട്. തൊഴിൽ ഗുണദോഷ മിശ്ര രീതിയിൽ മുന്നോട്ട് നീങ്ങും. സാമ്പത്തികമായും വലിയ രീതിയിൽ ദോഷമില്ല. പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായേക്കും. ക്ഷോഭം നിയന്ത്രിക്കണം. ആരോഗ്യാവസ്ഥ ശ്രദ്ധിക്കണം. വിദ്യാർത്ഥികൾക്കും അത്ര അനുകൂലമായിരിക്കുന്ന സമയമല്ല നടന്നുകൊണ്ടിരിക്കുന്നത്. ദോഷപരിഹാരാർത്ഥമായി ഭഗവതിങ്കൽ ലളിതാ സഹസ്രനാമ അർച്ചന നടത്തി പ്രാർത്ഥിച്ചു വരുന്നത് ഗുണം ചെയ്യും. വൃശ്ചികം രാശി. വിശാഖം നക്ഷത്രത്തിൻ്റെ അവസാന കാൽഭാഗവും അനിഷവും തൃക്കേട്ട നക്ഷത്രവും ഉൾച്ചേർന്നിരിക്കുന്നതായ വൃശ്ചികം രാശിക്കാർക്ക് ഈ വാരം ഉദ്യോഗരംഗത്തെ ഉയർച്ച ദൃശ്യമാകും. ഉയർന്ന വ്യക്തികളിൽ നിന്നും ആദരവ് ലഭിക്കാനും ബന്ധുജന പ്രീതിക്കും ഇടയുണ്ട്. വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായിരിക്കുന്ന സമയമാണ്. കലാ സാഹിത്യ രംഗത്തുള്ളവർക്കും പൊതുപ്രവർത്തകർക്കും പ്രതിച്ഛായ കുറയാൻ ഇടയാകും. പണമിടപാടുകളിൽ പരാജയങ്ങൾ സംഭവിക്കാനും ഇടയുണ്ട്. അസമയത്തുള്ള യാത്രകളും മറ്റും പരമാവധി ഒഴിവാക്കേണ്ടതാണ്. ദോഷപരിഹാരാർത്ഥമായി ദേവീക്ഷേത്രത്തിൽ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി വഴിപാട് നടത്തി പ്രാർത്ഥിച്ചു വരുന്നത് ഗുണം ചെയ്യും. ധനുരാശി. മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യ കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾച്ചേർന്നിരിക്കുന്നതായ ധനുരാശിക്കാർക്ക് ഈ വാരം തൊഴിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകും. തടസ്സം ചെറിയ രീതിയിൽ ഉണ്ടാകാമെങ്കിലും അവയെ തരണം ചെയ്യാനും കഴിയും. സാമ്പത്തിക ഗുണവും പ്രതീക്ഷിക്കാം. മിതമായ സംസാരത്തിലൂടെ മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുവാൻ കഴിയും. ദമ്പതികൾ തമ്മിൽ വിയോജിപ്പ് ഉണ്ടാകാൻ ഇടയുണ്ട്. തിരക്ക് പിടിച്ച ജോലി ചെയ്യുന്നവരും വാഹനം ഓടിക്കുന്നവരും ശ്രദ്ധിക്കണം. ദോഷപരിഹാരാർത്ഥമായി ഭഗവതിങ്കൽ ഐക്യമത്യ സൂക്ത പുഷ്പാഞ്ജലി വഴിപാട് നടത്തി പ്രാർത്ഥിച്ചു വരുന്നത് ഗുണം ചെയ്യും. മകരം രാശി. ഉത്രാടം നക്ഷത്രത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗവും തിരുവോണവും അവിട്ടം നക്ഷത്രത്തിൻ്റെ ആദ്യ പകുതിയും ഉൾച്ചേർന്നിരിക്കുന്നതായ മകരം രാശിക്കാർക്ക് ഈ വാരം ആരോഗ്യാവസ്ഥ ഗുണപ്രദം. ഭാഗ്യപുഷ്ടി, ധനവരുമാനം ഇവ വർദ്ധിക്കും. തൊഴിൽപരമായും വലിയ രീതിയിൽ ദോഷങ്ങൾക്ക് ഇടയില്ല. കുടുംബത്തിൽ സൗഖ്യത അനുഭവമാവുകയും സഹോദരാദികളാൽ ഗുണാനുഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഗുണപ്രദമല്ല. ശത്രുവർദ്ധനവും ഉണ്ടാകാം. തന്നിൽ താഴെയുള്ള വ്യക്തികളിൽ നിന്ന് നിന്ദാപൂർവമായ പെരുമാറ്റങ്ങളും ഉണ്ടായേക്കാം. ദോഷപരിഹാരാർത്ഥമായി ശാസ്താവിങ്കൽ നീരാജനം മുതലായ വഴിപാടുകൾ നടത്തി പ്രാർത്ഥിച്ചു വരുന്നത് ഗുണം ചെയ്യും. കുംഭം രാശി. അവിട്ടം നക്ഷത്രത്തിൻ്റെ അവസാന പകുതിയും ചതയവും പൂരൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾച്ചേർന്നിരിക്കുന്നതായ കുംഭം രാശിക്കാർക്ക് ഈ വാരം വരുമാനത്തിന് കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകില്ലെങ്കിലും ധനത്തിന് ബുദ്ധിമുട്ടുകൾ അനുഭവമാകും. ആരോഗ്യാവസ്ഥ ദോഷപ്രദമല്ല. വിദ്യാർത്ഥികളൊക്കെ അനുകൂലമായിരിക്കുന്ന സമയമാണ്. തൊഴിലിൽ വിരോധികൾ വർദ്ധിക്കാൻ ഇടയുണ്ട്. കുടുംബക്കാരുമായും വാഗ്വാദങ്ങൾ ഉണ്ടായേക്കാം. വൈവാഹിക കാര്യങ്ങളിൽ തടസ്സങ്ങൾ വന്നേക്കാനും ഇടയുണ്ട്. ദോഷപരിഹാരാർത്ഥമായി ആഞ്ജനേയ സ്വാമി ക്ഷേത്രത്തിൽ അർച്ചന മുതലായ വഴിപാടുകൾ നടത്തി പ്രാർത്ഥിച്ചു വരുന്നത് ഗുണം ചെയ്യും. മീനം രാശി. പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാന കാൽഭാഗവും ഉത്രട്ടാതിയും രേവതി നക്ഷത്രവും ഉൾച്ചേർന്നിരിക്കുന്നതായ മീനം രാശിക്കാർക്ക് ഈ വാരം തൊഴിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകും. പുതിയ കാര്യങ്ങളൊക്കെ ശുഭം. വീട്ടമ്മമാർക്കും ഉദ്യോഗസ്ഥരായ സ്ത്രീകൾക്കും ഗുണപ്രദം തന്നെയാണ്. മാനസിക സംഘർഷങ്ങൾ വർദ്ധിക്കുകയും ആരോഗ്യാവസ്ഥ മോശമാവുകയും ചെയ്തേക്കാം. ദാമ്പത്യ കലഹങ്ങൾ ഉണ്ടാകാനും സാധ്യത വളരെയധികം കൂടുതലാണ്. ദോഷപരിഹാരാർത്ഥമായി വിഷ്ണുവെങ്കിൽ അർച്ചന മുതലായ വഴിപാടുകൾ നടത്തി പ്രാർത്ഥിച്ചു വരുന്നത് ഗുണം ചെയ്യും. ജ്യോതിഷവിധിയിലെ രണ്ടാം ഘട്ടമായ നക്ഷത്രഫലത്തിലേക്ക് നമുക്ക് കിടക്കാം. ആയില്യം നക്ഷത്രം. അമ്മിക്കല്ലിൻ്റെ ആകൃതിയിൽ ആകാശത്ത് കാണപ്പെടുന്ന 6 നക്ഷത്രങ്ങളുടെ ഒരു കൂട്ടമാണ് ആയില്യം നക്ഷത്രമായി അറിയപ്പെടുന്നത്. വാക്ചാതുര്യം കൊണ്ട് ആരെയും സ്വാധീനിക്കാൻ കഴിവുള്ള ആയില്യ നക്ഷത്രക്കാർ മറ്റുള്ളവർ നിരാശരായി മടങ്ങുന്ന കാര്യങ്ങളെപ്പോലും തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുവാൻ കഴിവുള്ളവരാണ്. അന്യരെ അനുകരിച്ച് കാണിക്കുന്നതിലും നർമ്മ സംഭാഷണങ്ങളിലും ഇവർക്ക് മികവ് കൂടുതലായിരിക്കും. ആജ്ഞാശക്തിയും നേതൃത്വം വഹിക്കാനുള്ള കഴിവും ജന്മനാ സിദ്ധമായിട്ടുള്ള ആയില്യ നക്ഷത്രക്കാർ അധികാര സ്ഥാനങ്ങളിൽ എത്തുകയും അതിനുവേണ്ടി അത്യധ്വാനം ചെയ്യുകയും ചെയ്യും. അത്ര പെട്ടെന്ന് ആരോടും അടുക്കാത്ത ഒരു സ്വഭാവമാണ് ആയില്യ നക്ഷത്രക്കാരുടേത്.
നിർബന്ധ ബുദ്ധി അല്പം കൂടുതലായിരിക്കും ഇവർക്ക്. എപ്പോഴും മുഖത്ത് ഗൗരവഭാവം നിഴലിച്ചെന്നും വന്നേക്കും. പിണക്കം തോന്നുന്നവരോട് അകന്നു കഴിയാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഇവർ ചിലപ്പോൾ ശത്രുക്കളോട് ക്രൂരമായി പെരുമാറിയെന്നും വന്നേക്കും. വിട്ടുവീഴ്ച മനോഭാവം കുറവായിരിക്കുന്ന ഇവർ കർക്കശമായി പറയുകയും ദയയില്ലാതെ പെരുമാറുകയും ചെയ്തെന്നും വന്നേക്കും. ആരെയും പൂർണ്ണമായി വിശ്വസിക്കാൻ മടി കാണിക്കുന്ന ഇവർ വളരെ ചുരുക്കം ആളുകളെ മാത്രമേ ആത്മാർത്ഥമായി സ്നേഹിക്കുകയുള്ളൂ. പക്ഷേ വളരെ അടുപ്പം തോന്നുന്നവരുടെ മുൻപിൽ എല്ലാം തുറന്നു പറയാനും അവർക്ക് വേണ്ടി എന്ത് സഹായം ചെയ്യാനും ഇവർ എപ്പോഴും സന്നദ്ധരായിരിക്കും. ധനവും ഭാഗ്യവും ഉള്ളവരായിരിക്കുമെങ്കിലും എപ്പോഴും ആശങ്കയും ഭയവും മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കും. ധനാഭിവൃദ്ധിക്കായി അത്യധ്വാനം ചെയ്യുന്നവരായിരിക്കും ഇവരെങ്കിൽ കൂടി ആർഭാടങ്ങൾക്കായി അമിതമായി ചെലവ് ചെയ്യുന്ന സ്വഭാവവും ഇവർക്കുണ്ടാകും. നിയന്ത്രണങ്ങളെ ഇഷ്ടപ്പെടാത്ത ഇവർ സ്വന്തം ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കാൻ ആരെങ്കിലും തടസ്സം നിന്നാൽ അവരിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും അവരെ വെറുക്കുകയും ചെയ്തേക്കാം. കോപശീലം കൂടുതലായതിനാൽ പെട്ടെന്ന് ക്ഷോഭിച്ച് സാഹസ പ്രവൃത്തികൾ ചെയ്തെന്നും വന്നേക്കും. മറ്റുള്ളവരെ ചതിക്കണമെന്നുള്ള ദ്രോഹിക്കണമെന്നോ ഉള്ള യാതൊരുവിധ ദുഷ്ടവിചാരവും ഇവർക്ക് ഉണ്ടായിരിക്കില്ലെങ്കിൽ കൂടി മനസ്സറിയാതെയുള്ള അപവാദങ്ങൾക്കും ആരോപണങ്ങൾക്കും ഇവർ പാത്രീഭൂതരാകും. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വ്യവസ്ഥയും ചിട്ടയും പുലർത്തി അതിനെ ധന്യമാക്കി തീർക്കാൻ ഇവർക്ക് സാധിക്കാറുണ്ടെങ്കിൽ കൂടി ഇവർ കെട്ടിപ്പടുക്കുന്ന ജീവിത സൗഭാഗ്യങ്ങൾ പൂർണ്ണമായി അനുഭവിക്കാനുള്ള ഭാഗ്യയോഗം ഇവർക്ക് പൊതുവെ കുറവായിരിക്കും. സ്വന്തക്കാരിൽ നിന്നോ ബന്ധുജനങ്ങളിൽ നിന്നോ കാര്യമായ പ്രയോജനങ്ങളൊന്നും തന്നെ ഇവർക്ക് ലഭിക്കാറില്ല. എന്നു മാത്രമല്ല സ്വൈരക്കേടുകളും വഴക്കും അവരുമായി കൂടെ ഉണ്ടാവുകയും ചെയ്യും. ആയില്യം നക്ഷത്രക്കാർ മിക്കവാറും ഭാഗ്യവാന്മാരും പ്രതാപശാലികളും ചിന്തിച്ച് പ്രവർത്തിക്കുന്നവരും ആയിരിക്കും. എങ്കിൽ കൂടി ക്ഷിപ്രകോപം ഇവരെ വല്ലാത്ത ഒരു വൈഷമ്യത്തിൽ കൊണ്ടുചെന്ന് എത്തിക്കാറുണ്ട്. ചിലപ്പോൾ ഇവരുടെ കോപത്തിന് സന്ദർഭത്തെയും പരിസരത്തെയും കൂടി മറന്ന് പ്രവർത്തിക്കാൻ തക്ക കഴിവും ഉണ്ടായിരിക്കും. എന്നാൽ ക്ഷോഭിക്കേണ്ട ചില സാഹചര്യങ്ങളിൽ ഇവരെ വളരെ പ്രശാന്തരായും കാണാവുന്നതാണ്. മനസ്സിന് അസുഖമുണ്ടാക്കുന്നവ സകലതും മറക്കുവാനും അതിൽ നിന്ന് ശ്രദ്ധയെ പിന്തിരിപ്പിക്കുവാനും ഇവർക്ക് മറ്റുള്ളവരെക്കാൾ കഴിവ് കൂടുതലായിരിക്കും. അതിനാൽ തന്നെ ഇവർക്ക് അധികം ഇച്ഛാഭംഗങ്ങൾ ഉണ്ടാകാറില്ല. ആയില്യം നക്ഷത്രജാതരായിരിക്കുന്ന വ്യക്തികൾക്ക് ഏകദേശം 15 വയസ്സ് വരെയുള്ളതായിരിക്കുന്ന സമയം കുറച്ച് ക്ലേശപ്രദമായിരിക്കും. പല പ്രകാരത്തിലുള്ള വിഷമങ്ങൾ ഈ സമയത്തിൽ അനുഭവമാകും. 15 വയസ്സ് മുതൽ 35 വയസ്സ് വരെയുള്ളതായിരിക്കുന്ന സമയം വളരെയധികം അഭിവൃദ്ധിപ്രദമായ സമയമാണ്. ഈ കാലഘട്ടത്തിൽ കുടുംബ ജീവിത വിജയം, തൊഴിൽ ഗുണം, വിവാഹാദി മംഗളകാര്യസിദ്ധി, സൽസന്താന പ്രാപ്തി, ബന്ധുപ്രീതി, ഗൃഹവാഹനാദി ഐശ്വര്യം തുടങ്ങിയ ഗുണാനുഭവങ്ങൾ വന്നു ചേരും. 35 വയസ്സ് മുതൽ 41 വയസ്സ് വരെയുള്ളതായിരിക്കുന്ന സമയം കുറച്ച് മോശപ്രദമാണ്. മനപ്രയാസങ്ങൾ ഉണ്ടായേക്കാവുന്ന സമയമാണ് ഈ പീരീഡ്. ബന്ധുജന വേർപാട്, കാര്യപരാജയം, സാമ്പത്തിക ക്ലേശം തുടങ്ങിയ ദോഷഫലങ്ങളും അനുഭവമാകും. 41 വയസ്സ് മുതൽ 51 വയസ്സ് വരെയുള്ളതായിരിക്കുന്ന സമയം മെച്ചപ്രദമായ സമയമാണ്. 51 വയസ്സിന് ശേഷം സമാധാനപൂർണമായ ജീവിതം തുടരാൻ ശ്രദ്ധിക്കണം. ആയില്യം നക്ഷത്രജാതരായിരിക്കുന്ന വ്യക്തികൾക്ക് പ്രതികൂലമായിരിക്കുന്ന നക്ഷത്രങ്ങൾ പൂരം, അത്തം, ചോതി എന്നീ നക്ഷത്രങ്ങളും കുംഭം രാശിയിൽ ഉൾപ്പെട്ട നക്ഷത്രങ്ങളായ അവിട്ടം, ചതയം, പൂരൂരുട്ടാതി എന്നീ നക്ഷത്രങ്ങളും പ്രതികൂലമായിരിക്കുന്ന നക്ഷത്രങ്ങളാണ്. ഈ നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളുമായി ആശയവിനിമയം നടത്തുന്നതും ബിസിനസ്സിൽ ഏർപ്പെടുന്നതും ദോഷത്തിൽ കലാശിക്കുമെന്നാണ് പൊതുവെയുള്ള വിശ്വാസം. ആയില്യം നക്ഷത്രജാതരായിരിക്കുന്ന വ്യക്തികൾക്ക് ശുക്രൻ്റെയും ചന്ദ്രൻ്റെയും രാഹുവിൻ്റെയും ദശാകാലം പൊതുവെ ദോഷപ്രദമായിരിക്കുന്ന സമയമായതിനാൽ ഈ സമയത്തിൽ വിധിപ്രകാരമുള്ള പരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടത് അത്യാവശ്യമാണ്. ആയില്യം, തൃക്കേട്ട, രേവതി എന്നീ ജന്മാനുജന്മ നക്ഷത്രങ്ങൾ ക്ഷേത്രദർശനം, വ്രതം, ജപം തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യാൻ നല്ലതാണ്. ബുധനാഴ്ചയും ആയില്യം നക്ഷത്രവും ചേർന്ന് വരുന്ന ദിവസങ്ങളിൽ സവിശേഷ പ്രാധാന്യത്തോടുകൂടി വ്രതജപാദികൾ ആരംഭിക്കാവുന്നതാണ്. നക്ഷത്രാധിപനായ ബുധൻ്റെ സ്തോത്രങ്ങളും മന്ത്രങ്ങളും ജപിക്കുന്നതും ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം ചെയ്യുന്നതും നല്ലതാണ്. രാശിയുടെ അധിപനായ ചന്ദ്രൻ്റെ പ്രീതിക്കായി സോമവാരവ്രതം അനുഷ്ഠിക്കുന്നതും ഗുണം ചെയ്യും. സർപ്പക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുന്നതും വളരെയധികം നല്ല ഫലങ്ങൾ ജീവിതത്തിൽ അനുഭവമാക്കി തീർക്കും. ആയില്യം നക്ഷത്രത്തിൻ്റെ ജന്മവൃക്ഷം നാഗമരമാണ്. കരിമ്പൂച്ചയാണ് മൃഗം. ചകോരം പക്ഷി. പുരുഷയോനി, അസുരഗണം, സർപ്പങ്ങളാണ് താരദേവത. ആയില്യം നക്ഷത്രജാതരായിരിക്കുന്ന വ്യക്തികൾക്ക് അനുയോജ്യമായിരിക്കുന്ന നിറങ്ങൾ പച്ചയും വെള്ളയുമാണ്. അനുയോജ്യമായ രത്നം മരതകമാണ്. ജാതക വിശകലനത്തിന് ശേഷം മാത്രം ഭാഗ്യരത്ന നിർണയം നടത്തുക. ജ്യോതിഷവിധിയിലെ 3ാം ഘട്ടമായ കത്തുകളിലേക്ക് നമുക്ക് കിടക്കാം.
ഈ ആഴ്ച കുൽശ്ശേരിയിൽ നിന്നും പ്രകാശനാണ് നമ്മൾക്ക് എഴുത്തെഴുതിയിരിക്കുന്നത്. MA കഴിഞ്ഞ് ജോലിക്ക് ശ്രമിക്കുവാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായി. യോജിച്ച ജോലി ഒന്നും തന്നെ ശരിയാകുന്നില്ല. എൻ്റെ സമയപ്രകാരം എപ്പോഴാകും ജോലി കിട്ടുന്ന സമയം എന്നറിയണം എന്നതാണ് പ്രകാശൻ എഴുതി ചോദിച്ചിരിക്കുന്നത്. മകം നക്ഷത്രത്തിലാണ് പ്രകാശൻ ജനിച്ചിരിക്കുന്നത്. ജാതകപ്രകാരം 26 വയസ്സായി. ഏകദേശം ഇനി ഒരു 6 മാസം കൂടിയിട്ട് സൂര്യൻ്റെ ദശാകാലമാണ് ജാതകപ്രകാരം പറഞ്ഞിരിക്കുന്നത്. ഈ 5.5 വർഷമായി നടന്നുകൊണ്ടിരിക്കുന്നതായ സൂര്യൻ്റെ ദശാകാലം ഗുണവും ദോഷവും ഇടകലർന്ന സമയമായിട്ടാണ് പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു 6 മാസം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് വരുന്ന ചന്ദ്രൻ്റെ ദശാകാലം 10 വർഷം വരെ സമയം പറയുന്നുണ്ട്. ആ 10 വർഷം വരെയുള്ള ചന്ദ്രൻ്റെ ദശാകാലം വളരെ വളരെ അഭിവൃദ്ധിപ്രദമായിരിക്കുന്ന സമയമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ ജാതകപ്രകാരമുള്ള 7 ശനി എന്നുള്ളതായിരിക്കുന്ന സമയദോഷവും പരിപൂർണമായി മാറുന്ന സമയമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. വരുന്ന 2011 നവംബർ മാസം 15-ാം തീയതിയോട് കൂടിയിട്ട് 7 ശനിയുടെ കഷ്ടഫലങ്ങളും പൂർണ്ണമായും നിശേഷമായും മാറിക്കിട്ടാനുള്ള യോഗവും ജാതകപ്രകാരം പറയുന്നുണ്ട്. അതിനുശേഷം ചന്ദ്രദശാകാലം തുടക്കത്തിൽ തന്നെ ഗുണാനുഭവങ്ങൾ പലതും ദൃശ്യമാകും. ഈ ചന്ദ്രൻ്റെ ദശാകാലം പൊതുവെ മനസ്സിന് വളരെയധികം സന്തോഷദായകമായിരിക്കുന്ന സമയമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. താങ്കളുടെ എല്ലാ ക്ലേശങ്ങൾക്കും ഒരു പരിഹാരം കാണാൻ പറ്റുന്ന ഒരു സമയമായിട്ടാണ് ചന്ദ്രൻ്റെ ദശാകാലം പറഞ്ഞിരിക്കുന്നത്. ജാതകപ്രകാരം കർമാധിപനായിരിക്കുന്ന ശുക്രൻ്റെ ഒരു യോഗവും ചന്ദ്രന് മാളവ്യ യോഗപ്രദമായിട്ട് നിലനിൽക്കുന്നതിനാൽ ഈ സമയം വളരെ നല്ല രീതിയിലുള്ള ഗുണാനുഭവങ്ങൾ താങ്കൾക്ക് ദൃശ്യമാകും. വരുന്ന ആ 6 മാസത്തിന് ശേഷമുള്ളതായിരിക്കണം 10 വർഷമുള്ളതായിരിക്കുന്ന സമയം ജീവിത കാലഘട്ടത്തിൽ ഏറ്റവും നല്ല സമയമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നല്ലൊരു ജോലിക്കുള്ളതായിരിക്കണം, നല്ലൊരു ഭാഗ്യം പ്രധാനമായിട്ടും പറയുന്നുണ്ട്. അതിനാൽ തന്നെ മനക്ലേശത്തിനുള്ള യാതൊരുവിധ ആവശ്യകതയും പ്രധാനമായും പറയുന്നില്ല. എങ്കിലും ഈ ശനിപ്പഴ സമയം കഴിയാൻ ഇനി കുറച്ചുനാൾ കൂടി ബാക്കിയുള്ളതുകൊണ്ട് അയ്യപ്പനെയും ഹനുമാനെയും പ്രീതിപ്പെടുത്താൻ തക്കവണ്ണമുള്ളതായിരിക്കുന്ന വഴിപാടുകളും വ്രതജപാദികളും ചെയ്യുന്നത് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾക്ക് വഴിയൊരുക്കും. ഒപ്പം തന്നെ ഇനി വരുന്നതായിരിക്കുന്ന ചന്ദ്രൻ്റെ ദശാകാലത്തിൽ ഭഗവതിയെ നല്ലതുപോലെ പ്രാർത്ഥിക്കുന്നത് ഭാഗ്യാനുഭവങ്ങളൊക്കെ ആക്കം കൂട്ടാൻ വളരെയധികം സഹായകരമാണ്. താങ്കളുടെ ജീവിത കാലഘട്ടത്തിൽ ഒരു സുവർണ കാലഘട്ടം തന്നെയായിരിക്കും ഇനി വരാൻ പോകുന്നതായിരിക്കുന്ന 10 വർഷം. അതിനാൽ തന്നെ യാതൊരുവിധ ഭയാശങ്കകൾക്കും ഇടയില്ല. ധൈര്യപൂർവ്വം താങ്കൾക്ക് മുന്നോട്ട് നീങ്ങാവുന്നതാണ്. ജോലിക്കുള്ളതായിരിക്കുന്ന പൂർണ്ണ ഭാഗ്യം 1.5 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ആരംഭിക്കും. അത് കഴിഞ്ഞാൽ 6 മാസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വരുന്ന ചന്ദ്രൻ്റെ ദശാകാലത്തിൽ തീർച്ചയായും താങ്കൾക്ക് നല്ല രീതിയിലുള്ള ജോലി തന്നെ ലഭിക്കാൻ ഇടയുണ്ട്. ജ്യോതിഷവിദ്യയിൽ അടുത്തതായുള്ള കത്ത് വന്നിരിക്കുന്നത് പാലക്കാട്ടിൽ നിന്നും വിമല മേനോനാണ് നമ്മൾക്ക് എഴുത്തെഴുതിയിരിക്കുന്നത്. എൻ്റെ മകൾ കഴിഞ്ഞ 2011 ആഗസ്റ്റ് മാസം 28-ാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് പ്രസവിച്ചു. കുട്ടിയുടെ ആരോഗ്യസ്ഥിതി ആകെ മോശമായിരിക്കുന്ന സ്ഥിതിവിശേഷമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. കുട്ടി ജനിച്ചതിന് ശേഷം 11 ദിവസത്തോളം ICUവിൽ കിടത്തി. ഇപ്പോഴും ആരോഗ്യസ്ഥിതി പൂർണ്ണമായിട്ടും ശരിയായിട്ടില്ല. എന്താണ് കുട്ടിയുടെ ജാതകപ്രകാരം മറ്റുള്ള രീതിയിലുള്ള ദോഷവശങ്ങൾ ഉണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് വിമല മേനോൻ നമ്മൾക്ക് എഴുതിയിരിക്കുന്നത്. ജാതകപ്രകാരം 2011 ആഗസ്റ്റ് മാസം 28-ാം തീയതി ഞായറാഴ്ച മകം നക്ഷത്രം 1-ാം പാദത്തിലായിട്ടാണ് കുട്ടിയുടെ ജനനം സംഭവിച്ചിരിക്കുന്നത്. ഗണ്ഡാന്ത ദോഷമുള്ളതായിരിക്കുന്ന സമയത്തിലാണ് ജനനം സംഭവിച്ചിരിക്കുന്നത്. മകം നക്ഷത്രം ആരംഭിച്ച് വളരെ കുറച്ച് സമയം മാത്രമേ ആയിട്ടുള്ളൂ. മകം നക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിലെ ആദ്യ ഭാഗം തന്നെ കാലിൽ കാൽ എന്ന് പറയുന്നതായിരിക്കുന്ന നല്ല കഠോരമായിരിക്കുന്ന ദോഷ സമയത്തിലാണ് കുട്ടിയുടെ ജനനം സംഭവിച്ചിരിക്കുന്നത്. അത് കുറച്ചൊരു ദോഷപ്രദമായിരിക്കുന്ന അവസ്ഥയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതുമാത്രമല്ല അമാവാസി ദിവസം ചന്ദ്രന് പക്ഷബലം തീരെ ഇല്ലാത്തതായിരിക്കുന്ന സമയത്തിലും ആണ് കുട്ടി ജനിച്ചിരിക്കുന്നത്. ഏകദേശം 6 വയസ്സും 11 മാസം 29 ദിവസം വരെയുള്ളതായിരിക്കുന്ന സമയം കേതുവിൻ്റെ ദശാകാലമായിട്ടാണ് ജനനം സംഭവിച്ചിരിക്കുന്നത്. വളരെ ചെറിയൊരു മാറ്റമേ ആയിട്ടുള്ളൂ. ആയില്യം നക്ഷത്രം കഴിഞ്ഞ് മകം നക്ഷത്രം ആരംഭിച്ചത് കുറച്ച് സമയം മാത്രമേ ആയിട്ടുള്ളൂ. അതിൻ്റെ നല്ല രീതിയിലുള്ള ദോഷവശങ്ങൾ പറയുന്നുണ്ട്. കുട്ടിയുടെ ആയുസ്സിന് തന്നെ ദോഷാധിക്യത കൂടുതലായിട്ട് കാണുന്നതുകൊണ്ട് ശിവക്ഷേത്രത്തിൽ ആയുസ്സുക്ത പുഷ്പാഞ്ജലി വഴിപാടിന് കൊടുക്കുന്നതും ശിവൻ്റെ അമ്പലത്തിലുള്ളതായിരിക്കുന്ന ഗണപതിക്ക് കറുകമാല, കറുക ഹോമം എന്നീ വഴിപാടുകൾക്ക് കൊടുക്കുന്നതും വളരെ നല്ല രീതിയിലുള്ളതായിരിക്കുന്ന മാറ്റങ്ങൾക്ക് വഴിയൊരുക്കും. 1.5-2 വയസ്സ് വരെയുള്ളതായിരിക്കുന്ന സമയം വരെ തീർച്ചയായും മാസം പ്രതി ജന്മനക്ഷത്രത്തിന് കറുകമാലയും കറുകഹോമവും നിർബന്ധപൂർവ്വം നടത്തേണ്ടതാണ്. കുട്ടിക്ക് ആരോഗ്യസ്ഥിതി കുറച്ചുകൂടി മോശമാകാനുള്ള സാധ്യത പറയുന്നുണ്ട്. ഏകദേശം 1.5 മാസത്തോളം സമയം കൂടുതൽ ക്ലേശപ്രദമായിരിക്കുന്ന സമയമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ശരിക്കും വിധിപ്രകാരമുള്ള മന്ത്രജപാദികളും മറ്റും കുട്ടിയുടെ അമ്മയും എല്ലാം അനുഷ്ഠിക്കേണ്ടത് അത്യാവശ്യമാണ്. കുട്ടിയുടെ അമ്മയും കുട്ടിയുടെ ആയുസ്സിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനാ കാര്യങ്ങളെല്ലാം തന്നെ നല്ലതുപോലെ ജപിക്കുന്നതും
അതേപോലെ തന്നെ പ്രാർത്ഥനാ വഴിപാടുകൾക്കായിട്ട് അമ്പലങ്ങളിൽ കൊടുക്കുന്നതും വളരെ നല്ല രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ വഴിയൊരുക്കും. മൃത്യുഞ്ജയ ഹോമവും മറ്റോ വീട്ടിൽ വെച്ചിട്ട് ചെയ്യുന്നതും ആയുർവർദ്ധനയ്ക്ക് ഏറ്റവും വിശേഷമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. 7 വയസ്സ് വരെയുള്ളതായിരിക്കുന്ന സമയം കുറച്ച് ക്ലേശപ്രദം തന്നെയാണ്. ആ കാലഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് 27 വർഷത്തോളമായിരിക്കുന്ന സമയം മെച്ചപ്രദമാണ്. എന്തായാലും ഈ 2 വയസ്സ് വരെയുള്ളതായിരിക്കുന്ന സമയം ആരോഗ്യത്തിനെ കൊണ്ടുള്ളതായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഇടയ്ക്കിടെ ഉണ്ടായെന്ന് വരും. ആശുപത്രി വാസവും അതേപോലെ തന്നെ അസുഖങ്ങളെ കൊണ്ടുള്ളതായിരിക്കുന്ന ബുദ്ധിമുട്ടുകളും തീർച്ചയായും അനുഭവമാകാനുള്ളതായിരിക്കുന്ന സാധ്യത ജാതകപ്രകാരം കാണുന്നുണ്ട്. എന്തായാലും ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നോക്കണം. ആശുപത്രിയിൽ ഇടയ്ക്കിടയ്ക്ക് പോകേണ്ടതായിട്ട് വന്നേക്കാം. ഡോക്ടറുടെ പ്രത്യേകമായിരിക്കുന്ന പരിഗണനയും ഈ കുട്ടിയെ തീർച്ചയായും അർഹിക്കുന്നുണ്ട്. എന്തായാലും അമ്പലങ്ങളിലുള്ള വഴിപാടും അതേപോലെ തന്നെ ചികിത്സയും ഒരുമിച്ച് ഒരേപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രമിക്കുക. ഗ്രഹങ്ങളുടെ ചാരവശാലുള്ള സ്ഥിതിവിഗതികൾ കണക്കാക്കിയാണ് ജ്യോതിഷവിധി തിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഓരോരുത്തരുടെയും ജനനസമയം അനുസരിച്ച് ഇതിൽ പറഞ്ഞിരിക്കുന്നതായ കാര്യങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വന്നേക്കാം. നിങ്ങളുടെ യഥാർത്ഥ രീതിയിലുള്ള ഫലമറിയുന്നതിന് ഒരു ദൈവജ്ഞനെ നേരിൽ സമീപിക്കുക. ജ്യോതിഷവിധിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കത്തുകളും ഞങ്ങളെ എഴുതി അറിയിക്കേണ്ടതായ വിലാസം: ദ പ്രൊഡ്യൂസർ, UTV, ആദിത്യ ഇൻ മനങ്ങോട്, നെന്മാറ. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും ആവശ്യങ്ങൾക്കും നേരിൽ ബന്ധപ്പെടേണ്ടതായ വിലാസം: പാടൂർ ജ്യോത്സ്യൻ, KP ശ്രീവാസ്തവ്, SBT ബാങ്കിന് സമീപം, ആലത്തൂർ. ഫോൺ നമ്പർ 9447320192. ഈ ആഴ്ചയിലെ ജ്യോതിഷവിധി ഇവിടെ സമാപിക്കുന്നു. മകം നക്ഷത്രത്തിൻ്റെ വിശേഷ ഫലങ്ങളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.